അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, പ്രധാനപ്പെട്ട പുതിയൊരു ടോപ്പിക് ആയിട്ടിക്കട് ഇന്റെ നാണയങ്ങളൊട്ടിക ചൊല്ലത് ഞങ്ങൾ ചമ്മത്ത ആൾമാരെ കേൾക്കുന്ന ഒരു വിഷയമായിട്ടിക്കട് ഞങ്ങളെ കുടുംബത്തില് ചങ്ങായിമാരയില് ഞങ്ങളെ ഗുരുത്വത്തില് മരിച്ചുപോയ ഗണിക്കത്ത ആൾമാരെ കിണാവ് കാണ്ട് അതിലെ വ്യാഖ്യാനം എന്തോ അതിലെ വിഷയം എന്തോട്ട് ചമ്മത്ത ആൾമാർ കേൾക്കുന്ന ഒരു വിഷയമായിട്ടിക്കട് അതുകൊണ്ടായിട്ടിക്കട് ആ വിഷയമായിട്ടിക്കട് ഇന്റെ നാണയങ്ങളൊട്ടിക ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞത്തെ ക്ലാസ് ചൊമ്മത്തെ ആൾമാറും കേട്ടാറ് അത് ഇത്ര ആൾമാർക്കും ഇത്ര ഗ്രൂപ്പുകും ഷെയർ ആക്കിയങ്ങ ഉള്ളാറ് അതിലെ കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ടു ദ്വാർക്കോ ചൊന്നങ്ങ ഉള്ളാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ നിയ്യാത്ത് അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്വ ചങ്ങായിമാർ, ഞങ്ങ എല്ലാവരും സാധാരണമായിട്ട് കിണാവ് കാണ്ട കളിക്കത്ത ആൾമാർ. കിണാവ് പല ടൈപ്പുമായിട്ട് ഇക്കടുള്ളൂ. ചില കിണാവുങ്ങ ചൊമ്മ പേടിപ്പാട്ട് കളിക്കത്തെ കിണാവുങ്ങും ഉണ്ട്. അത് ഷെയ്ത്താനിൽ നിന്നായിട്ട് ഇക്കിടേട്ട് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നഗരിൽ ചൊന്നൊരു വിഷയമായിട്ട് ഇക്കിട്. അങ്ങനെ പേടിക്കിട കളിക്കത്തെ കിണാവ് കണ്ടെങ്കിൽ എന്തിനെ ആക്കണമെന്ന് ചൊല്ലെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങ മുന്നോലത്തെ ഒരു വീഡിയോ നാ ചൊന്നുര അത് കാണാത്ത കേൾക്കാത്ത ഇന്നേണ്ട് കണ്ടെങ്കിൽ അത് കേൾക്കണോട്ടു പ്രത്യേകമായിട്ട് ഓർമ്മയാക്കിയോണ്ടുള്ള ഏതായിട്ടും ഇന്റെ ചൊല്ലെ വിഷയ ഞങ്ങളെ കുടുംബത്തില് അല്ലെങ്കിൽ ചങ്ങായിമാരയില് അല്ലെങ്കിൽ ഞങ്ങളെ ഗുരുത്വത്തില് മരിച്ചുപോയ ഗണിക്കത്തെ ആൾമാരെ കിണാവ് കണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനമായിട്ടിക്കട്. എൻ്റെ സ്വന്തം വ്യാഖ്യാനമല്ല, ലോകപ്രസിദ്ധമായിട്ടുള്ള കിണാവുടെ വ്യാഖ്യാനിക്കിടെ ഇബ്നു സീരീൻ റഹിമഹുള്ള അടക്കമുള്ള മഹാന്മാർ ചൊന്നിട്ടുള്ള വ്യാഖ്യാനമായിട്ടിക്കട് ചൊന്നോട്ടുള്ളത്. ഫസ്റ്റ് ഒരു വിഷയം ചൊല്ല കണ്ട കിണാവ് എല്ലാം യാഥാർത്ഥ്യമാവുണ്ടില്ലാണ്ട് ഞങ്ങൾ എല്ലാവർക്കും നെനപ്പ് വേണം. ഏതായിട്ടും മരിച്ചുപോയ കളിക്കത്തെ ആൾമാരെ പല അവസ്ഥയിലുമായിട്ടിക്കട് ഞങ്ങൾ കിണാവ് കാണരുത്. ഓരോ അവസ്ഥയും ഓരോ വ്യാഖ്യാനമായിട്ടിക്കട് മഹാന്മാർ ചൊന്നിട്ടുള്ളത്. ഒരാള് മരിച്ചുപോയ ഗണിക്കത്തെ ആള് അയാളൊട്ടിಗೆ പലക്ക പറഞ്ഞോട്ടുള്ളതായിട്ടിക്കട് കിണാവ് കാണേണ്ടിട്ടുണ്ടെങ്കിൽ മഹാന്മാർ ചൊല്ലാറ് തദുല്ലു അല മക്കാനത്തിൽ മയ്യത്തി ഫിൽ ജന്ന. ആ മരിച്ച ആള് സ്വർഗത്തിൽ അയാൾക്ക് സ്ഥാനം കിട്ടിത്തിട്ടായിട്ടിക്കടെ ആ ഒരു കിണാവ് തെരിപ്പാട്ടു. അതേപോലെ ഇനി മരിച്ച ഗണിക്കത്തെ ഒരു മയ്യത്ത് അതാ കിണാവ് കണ്ട ഗണിക്കത്തെ ആളൊട്ടിಗೆ വന്ന് പലക്കബർ. മാത്രമല്ല വയതുലുബു മിൻഹു ഷൈഅൻ കൽ ഖുബ്സി, എന്തെങ്കിലും ആഹാരത്തെ അയാളെ ആവശ്യപ്പെട്ടത് നക്ക് ആഹാര വേണോണ്ട് ചൊല്ലതായിട്ട് ആ കിണാവ് കണ്ടേണ്ട് കണ്ടെങ്കിൽ അതിലെ വ്യാഖ്യാന ദലാലത്തുൻ അല ഹാജത്തിൽ മയ്യത്തി ലിസ്വദഖത്തി വദ്ദുആ. ഈ മരിച്ചുപോയ ഗണിക്കത്തെ ആളുകൾ അയാളെ പേരിൽ സ്വതക്ക കൊടുക്കുകയും അതുപോലെ അയാൾക്ക് വേണായിട്ട് ദ്വാർക്കോ വേണായിട്ട് അയാൾ ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടായിട്ടിക്കടെ അതിലെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ ചൊല്ലത്. ഇനി മരിച്ച ഗണിക്കത്തെ മയ്യത്ത് അയാള് ഈ കിണാവ് കാണ്ട ആളെ ഔത്തുക വന്നിട്ട് ഫുഡ് തിന്നരതായിട്ട് ആഹാര തിന്നരതായിട്ട് കിണാവ് കാണേണ്ട കണ്ടെങ്കിൽ ആ കിണാവ് കണ്ട ആലെ ഔത്തുలు ആലെങ്കിലും രോഗിങ്ങ ഇന്നേണ്ട് കണ്ടെങ്കിൽ അതിലെ വ്യാഖ്യാനം ഫദലീലുൻ അലാ ഹലാക്കിഹി, ഈ രോഗിയായിട്ടുള്ള ആള് മരിക്കടായിട്ടിക്കട്. വഇല്ല ദഹബ ലി അഹ്ലിഹാ മാലുൻ, ഇനി ആ ഔത്തുలు രോഗിങ്ങാറും ഇല്ലാണ്ട് കണ്ടെങ്കിൽ ആ ഔത്തുൽ എന്തെങ്കിലും സ്വത്ത് നഷ്ടപ്പെട്ടു പോകണോണ്ടായിട്ടിക്കട് അതിലെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ ചൊല്ലാർ. അതേപോലെ ഞങ്ങളെ കുടുംബത്തിൽ മരിച്ചുപോയ ഗണിക്കത്തെ ഒരാള് ഈ കിണാവ് കണ്ട ഗണിക്കത്തെ ആളുകൾ അടിക്കട പോലെ അല്ലെങ്കിൽ ഔ തൽഖാഹു ബിൽ അബൂസി വത്തഹ്ദീദി വതർക്കി സലാം, ഈ കിണാവ് കാണ്ട ആളുകൾ പറയടതായിട്ട് അയാളൊട്ടിಗೆ അർസബണ്ടതായിട്ട് അയാൾക്ക് സലാം ചൊല്ലാത്ത രൂപത്തിൽ അർസത്തിൽ കാണേണ്ട കണ്ടെങ്കിൽ മഹാന്മാർ ചൊല്ലാർ ഫൽയഹ്ദർ, അവന് ജാഗ്രത ആക്കട്ടെ. വൽ യുസ്ലിഹ് മാ ഖദ് ഖൽഫഹു അലൈഹി മിൻ വസിയത്തിൻ ഇൻ കാനത് ഇലൈഹി, ഈ മരിച്ച ഗണിക്കത്തെ ആള് അയാൾ എന്തെങ്കിലും വസിയത്താക്കിയിട്ട് അത് ബേനായ രൂപത്തിൽ വീടില്ലാണ്ട് കണ്ടെങ്കിൽ അതിനെ സരിയാക്കോ ബേനായിട്ട് അതിനെ ബേനായ രൂപത്തിൽ വീടുകോ ബേനായിട്ടായിട്ടിക്കട് ഈ മയ്യത്ത് അയാളയിൽ ചൊല്ലോ. ഇനി അയാൾ വസിയത്തൊന്നും ആക്കിയിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ
ഔ ഫീ അഅമാലി നഫ്സിഹി വദുനൂബിഹി ഫീമാ ബൈനഹു വബൈന അല്ലാഹി തആല. മഹാന്മാർ ചൊല്ലാറ്, ഈ കിനാവ് കാണ്ട ആള് അള്ളാഹു ഇഷ്ടമില്ലാത്ത എന്തോ ഒരു വിഷയാക്കിക്കൊണ്ടുണ്ടോ, അയാൾ എന്തോ ഒരു തപ്പിലായിട്ടുണ്ട്, ആ തപ്പിൽ നിന്ന് മുക്തമായിട്ട് തൗബ ചെയ്യുകയായിട്ട് നല്ലാകുകയായിട്ടായിട്ടിക്കട് ഈ മയ്യത്ത് അർസത്തിൽ ആരെങ്കിലും ബിഹേവിയർ ചെയ്യുകയുള്ള കാരണം ഇതിന്റെ വ്യാഖ്യാനം ഇതായിട്ടിക്കിട്ട് മഹാന്മാർ അങ്ങനെ കിതാബുൽ ഞങ്ങൾ ചൊന്തേണ്ടത് കാണ്ട്. അതേപോലെ ഇനി മരിച്ചുപോയ ഒരാളെ ഹയാത്തുള്ളതായിട്ട് ജീവനുള്ളതായിട്ട് കിനാവ് കണ്ടെങ്കിൽ ഈ കിനാവ് കാണ്ട ആലെ ജീവിതത്തിലുള്ള സങ്കഷ്ട ബേജാറ് ദുഃഖ എല്ലാം പോയിട്ട് അയാൾക്ക് ഒരു നല്ല സന്തോഷമുള്ള അയാൾക്ക് ഒരു നല്ല ഒരു ബറക്കത്തിലെ ജീവൻ അയാൾ കിട്ടുണ്ടായിട്ടിക്കടെ അതിന്റെ വ്യാഖ്യാന. അതേപോലെ ഇന് ഹയാത്തുള്ള ഒരു മനുഷ്യ അയാളെ ആയിട്ടിക്കട മരിച്ച പോലെ കിനാവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കിനാവ് കാണ്ട മനുഷ്യ ഇനയാളെ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടും വലിയ സങ്കഷ്ടവുമായിട്ട് ഇക്കട ബണ്ടോണ്ട് അതിന്റെ വ്യാഖ്യാനായിട്ട് മഹാന്മാർ ഞങ്ങൾ പഠിപ്പാടി തണ്ടാർ. അതേപോലെ മരിച്ചുപോയ ആൾമാർ വലിയ സന്തോഷത്തിലും കുശിയിലും കാണ്ടാറുണ്ട് കണ്ടെങ്കിൽ ഈ കിനാവ് കണ്ട ആലെ അവസ്ഥ പഠിച്ചുകൊണ്ട് മുട്ടത്തില് നല്ലൊരു അവസ്ഥയായിട്ടിക്കട്. അതേപോലെ ഇനി അങ്ങനെയല്ല കാണ്ടോ മയ്യ മരിച്ചെനിക്ക് താൽമാറ് വലിയ ബേജാറിലായിട്ട് ഇക്കട കണ്ടോണ്ടുള്ളൂ, വലിയ സന്തോഷം അങ്ങനെ കാണ്ടില്ല, ഉണ്ട് വലിയ ക്യാറന്തും അങ്ങ് ആക്കില്ലാണ്ട് കണ്ടെങ്കിൽ പഠിച്ചോണ്ട് മുട്ട ഈ കിനാവ് കണ്ട ആലെ അവസ്ഥ ബേജാറായിട്ടിക്കട് കഷ്ടമായിട്ടിക്കിട്ട് ഇതിന്റെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ അങ്ങനെ കിതാബില് ഞങ്ങൾ ചൊന്നതായിട്ട് കാണ്ട്. ഇനി അന്നഹു ലം യമുത് ദല്ല അലാ സ്വലാഹി ഹാലിൽ മയ്യിത്ത് ഫിൽ ആഖിറ. ഇനി മരിച്ചുപോയ ഇയാൾക്ക് ഗുരുത്വമില്ല ഗണിക്കത്ത ഒരാള് ഇയാളെ മുട്ട വന്നിട്ട് പലക്കവർ അയാൾ ചൊല്ലുന്നാണ് മരിച്ചിട്ടില്ലാണ്ട് ചൊല്ലും. അങ്ങനെ ചൊന്നതിന്റെ കണ്ടെങ്കിൽ ആ മയ്യത്ത് ആ മരിച്ച ആലെ അവസ്ഥ ഭാരി ഒരു ഹൈറിലായിട്ടിക്കട് സന്തോഷത്തിലായിട്ടിക്കട അയാളുള്ളൂ. കാരണം എന്തേ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ വിശേഷിച്ചുള്ള എന്തിനൊന്നോ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അങ്ങനെ നിങ്ങൾ മരിച്ചൊരാളുടെ വിചാരിക്കണ്ട അങ്ങ് ഹയാത്തുല്ലങ്ങായിട്ടിക്കിട്ട് മഹാന്മാരെ സംബന്ധിച്ചിട്ട് ഖുർആൻ ചൊന്നതായിട്ടിക്കിട്. ഒരാൾ നാണ് മരിച്ചിട്ടില്ലാണ്ട് വന്നിട്ട് കിനാവിൽ ചൊന്നേണ്ടെങ്കിൽ ആ മരിച്ചാൽ വലിയ സന്തോഷത്തിലും വലിയ നല്ലൊരു അവസ്ഥയിലായിട്ടിക്കിടുമല്ലോ. അതേപോലെ മരിച്ചുപോയ ആൾ കിരീടം വെച്ചിട്ട് കാണും, അയാൾ ഭയങ്കര വലിയ സന്തോഷത്തിൽ കാണും, അല്ലെങ്കിൽ ഒരു കട്ടിൽ ഇങ്ങനെ കാല് നീട്ടിട്ട് കിടന്നിട്ട് കാണേണ്ട കണ്ടെങ്കിലും ആ മരിച്ചുപോയ ആൾ വലിയ സന്തോഷത്തിലും വലിയ നല്ലൊരു അവസ്ഥയിലായിട്ട് അയാൾ ഉള്ളോട്ട് അതിന് അർത്ഥാണ്ട് മഹാന്മാർ പിടിപാട്ടാൽ ഇനി മരിച്ചുപോയ എനിക്ക് ആൾ ചിരിക്കണ പോലെ ആയിട്ടിക്കട കാണ്ടോ എന്നേടെ കണ്ടെങ്കിലും അയാൾ ജീവനത്തിൽ വന്ന് എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്തനായിട്ട് മഹാന്മാർ പഠിപ്പാട്ട് കാണ്ട്. അതേപോലെ ഇനി ഒരു മയ്യത്ത് അതാ നല്ല പ്രകാശിക്കടെ ലെങ്കിട മുഖത്തിലായിട്ടിക്കടെ കാണ്ടോ, പക്ഷെ ഇയാളെ പലക്കവരില്ല, ഇയാളെ തൊട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല, പക്ഷെ അയാൾ കാണുമ്പോഴത്തേക്കും നല്ല മുഖ ലെങ്കട രൂപത്തിലായിട്ടിക്കടെ കാണ്ടോ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആളായിട്ടിക്കൂ. അപ്പൊ അതിനർത്ഥം എന്തോ അതിനർത്ഥം ഇങ്ങനെ ആയിട്ടിക്കടെ ഈ മരിച്ചുപോയ ആളുകൾ ഇയാൾ എന്തെങ്കിലും സത്കർമാക്കിട്ടിരുന്നെങ്കിൽ ദാനധർമ്മ അല്ലെങ്കിൽ അയാളെ പേരിൽ ഖുർആൻ ഓതിട്ടിരുന്നെങ്കിൽ അത് കബൂലായിട്ട് അതിന്റെ പ്രതിഫല ഈ മരിച്ച ആള് കിട്ടിയിട്ടായിട്ടിക്കടെ ഇതിന്റെ വ്യാഖ്യാനായിട്ട് മഹാന്മാർ അങ്ങനെ കിതാബിൽ ഞങ്ങൾ ചൊന്തന്നെ കാണ്ട്. അതേപോലെ ഇനി മരിച്ച കടിക്കത്തെ ആള് ഞങ്ങൾ ഔത്തുക വന്നിട്ട് ഞങ്ങൾ കുടിക്കുകയും തിന്നുകയെല്ലാം തൻ്റെ കടിക്കത്തെ ഒരു അവസ്ഥയിലായിട്ടിക്കടെ ഞങ്ങൾ കാണേണ്ടി കണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവനത്തിൽ വലിയ ബറക്കത്തും വലിയ അഭിവൃദ്ധിയുമായിട്ടിക്കടെ ബണ്ടോട്ട് ഈ ഒരു കിനാവുടെ വ്യാഖ്യാന മഹാന്മാർ ഞങ്ങൾ പിടിപ്പാടി തണ്ടാർ. അതേപോലെ മഹാന്മാർ ചൊല്ലാറ് ഇനി മരിച്ച ആൾ ഇയാള് വലിയ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടുണ്ട്, നന്റെ ഒട്ടിക പാട്ട് ചൊന്നോട്ടുണ്ട്,
ഈ രൂപത്തിലായിട്ട് കിനാവ് കണ്ടെങ്കിൽ ആ കിനാവ് കണ്ട ആള് വേഗത്തില് മുട്ടത്തില് മരിക്കണുണ്ടായിട്ടിക്കട് ഇതിനെ വ്യാഖ്യാനമായിട്ട് മഹാന്മാർ വിവരിക്കുന്നത് കാണും. അതേപോലെ മഹാന്മാർ ചൊല്ലാറ് ഈ മരിച്ചവനിക്കത്തെ മയ്യത്ത് അയാളെ ദുനിയാവിലിക്കുമ്പോലെ സമ്പത്തിനെക്കാളും യാറെ സമ്പത്തിന്ന പോലെ ഇയാളെ കിനാവിൽ കണ്ടെങ്കിലും അയാൾ നല്ലൊരു അവസ്ഥയിലായിട്ട് ആഖിറത്തിലുള്ളൂ. അതേപോലെ അങ്ങനല്ല ഇനെ അയാള് റായത്തിൽ ഇന്ന കഴിക്കത്ത ആ സമ്പത്തൊന്നുമില്ല, അയാൾ പിന്നെയും ദാരിദ്ര്യത്തില് അയാൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോണ രൂപത്തിലായിട്ട് ഈ മയ്യത്തിനെ കണ്ടെങ്കിൽ അത് ഫഹുവ ഫഖ്റുഹു ഇലൽ ഹസനാത്ത്, ഈ മരിച്ച മയ്യത്തുക ഹസനാത്തുകള് നല്ല നല്ല കാര്യങ്ങൾ അഗത്യമുണ്ടോട്ടായിട്ട് തെരിപ്പാട്ടോട് മഹാന്മാർ ചൊല്ലാർ. ഫൈന റആഹു മയ്യിതൻ കഅന്നഹു നായിമുൻ ഫൈന നൗമഹു റാഹത്തുഹു ഫിൽ ആഖിറ. ഇനി മരിച്ചു പോയാൽ നല്ല കിടന്ന് വറക്കലുണ്ട്, അയാൾ വറങ്ങിട്ടുള്ള രൂപത്തിലായിട്ട് കിടക്കിനാവൽ കണ്ടെങ്കിൽ അത് ഫൈന നൗമഹു റാഹത്തുഹു ഫിൽ ആഖിറ, അയാൾ നല്ല റാഹത്തിലായിട്ട് കിടയാലെ ഉഖ്റവിയായ ജീവിതം പരലോക ജീവിതമായിട്ടിക്കിട് അതിന്റെ വ്യാഖ്യാനം. ഫമൻ റആഹു കഅന്നഹു നാമ ഫീ ഫിറാശിൻ മഅ മയ്യിതിൻ ഫഇന്നഹു യതൂലു ഉംറുഹു. ഇനി ഈ മരിച്ച കണിക്കത്തെ ആളെ കാണ്ടത് ഈ കിനാവ് കാണ്ട ആളെ ഒട്ടികമേ ഈ മരിച്ച ആള് കിടന്നിട്ടുണ്ട് ആ രൂപത്തിലായിട്ട് ഈ കിനാവ് കണ്ടെങ്കിൽ അതിന് അർത്ഥ ഫഇന്നഹു യതൂലു ഉംറുഹു, ഈ കിനാവ് കാണ്ട ആളുകൾ ദീർഘായുഷ്യം കൊണ്ടുണ്ടായിട്ട് അതിന് അർത്ഥായിട്ട് മഹാന്മാർ പടിപാടി തണ്ട. ഏതായിട്ടും ഇതെല്ലാം ആയിട്ടിക്കിട് ഈ മരിച്ച കണിക്കത്തെ ആൾമാരെ കിനാവ് കണ്ടെങ്കിൽ കണിക്കത്തെ വ്യാഖ്യാനങ്ങ മഹാന്മാർ നിങ്ങൾ പടിപ്പാട്ടി തന്നത്. അതിലും ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും സൗഭാഗ്യമുള്ള ഏറ്റവും വലിയ നസീബായിട്ടുള്ള ഒരു കിനാവ് ഏതെന്ന് കേട്ടെങ്കിൽ ഹബീബുൽ വറ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ കിനാവ് കാണുമ്പോൾ എനിക്കത്തെ ഒരു സൗഭാഗ്യം കിട്ടിപ്പോയി കണ്ടെങ്കിൽ ദുനിയാവിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കിടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നതായിട്ടിക്കല്ലേ, ആരെങ്കിലും നിന്റെ കിനാവിൽ കണ്ടെങ്കിൽ അത് നാണയായിട്ടിക്കട്, കാരണം നിന്റെ കോലത്തില് ശൈത്താൻ ഇബ്ലീസ് ബണ്ടില്ലാണ്ടായിട്ടിക്കട്. അങ്ങനെ ആരെങ്കിലും കണ്ടെങ്കിൽ അതാ യഖ്ലത്തുലും അവൻ യസർത്തിലിക്കും അള്ളാഹുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ കാണാണ്ടായിട്ടിക്കട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കിനാവിൽ കാണൂ ആ സൗഭാഗ്യം കിട്ടേണ്ടി ചെന്നെങ്കിൽ ദുനിയാവിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നസീബായിട്ടിക്കട്, വലിയൊരു സൗഭാഗ്യമായിട്ടിക്കട്. അള്ളാഹു നിങ്ങൾ എല്ലാവർക്കും അതുക്കുള്ള തൗഫീഖ് തന്നെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടിಗೆ നാളെ സ്വർഗത്തിൽ ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഞങ്ങളുടെ മരിച്ചുപോയ എനിക്ക് താൽമാർ അങ്ങനെ പരലോക ജീവിതം അള്ളാഹു വലിയ സന്തോഷത്തിലും വലിയ റാഹത്തിലും വലിയ ഖൈറിലും അള്ളാഹു ആക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര നിങ്ങൾ ഇതിൽ ഷെയർ ആക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.